ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ കാണുക യേശു മരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഉദ്ധാനം ചെയ്തതിന്റെ അടയാളം ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. ദേവാലയവും യോനാ പ്രവാചകന്റെ മത്സ്യത്തിന് ഉദരത്തിലായിരിക്കുന്നതും മൂന്നാം ദിവസം പുറത്തേക്ക് വരുന്നതുമെല്ലാം ഈശോയുടെ ഉദ്ധാനത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ്. ഈശോ ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം അവിടെ ഉള്ളവരോട് പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ആലയം അശുദ്ധമാക്കരുത്. ഇത് കേട്ട യഹൂദർ അവനോട് ചോദിക്കുന്നു, നിനക്ക് ഈ അധികാരമുണ്ട് എന്ന് ഒരടയാളം നീ കാണിക്കുക. ഈശോ പറഞ്ഞു, 46 വത്സരങ്ങൾ കൊണ്ട് പണിതുയർത്തിയ ദേവാലയമാണ്. എന്നാൽ ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും. ഈശോ അവരോട് പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. വീണ്ടും നമ്മൾ കാണുക മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാം തിരുവചനത്തിലാണ്. ബരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഈശോ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധതൈലം നിറച്ച കൽഭരണിയുമായി വെൺകൽഭരണിയുമായി ഒരു സ്ത്രീ അവിടെ എത്തി. ഈശോ ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൾ ആ തൈലം ഈശോയുടെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇത്ര വിലയേറിയ സുഗന്ധതൈലം വിറ്റ് ദരിദ്രർക്ക് നമുക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഈശോ പറയുന്നുണ്ട്, ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. എന്റെ സംസ്കാരത്തിന് ഒരുക്കമായിട്ടുള്ള തൈലമാണ് അവൾ എന്നിൽ ഒഴിച്ചത്. തന്റെ സംസ്കാരത്തിന് വേണ്ടി ഒരുക്കമായിട്ടാണ് അവൾ ഒഴിച്ചത് എന്ന് പറഞ്ഞ് ഈശോ തന്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് ചോദിക്കുന്നു, നിന്നിൽ നിന്ന് ഒരടയാളം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38, 39, 40 തിരുവചനത്തിലൂടെയാണ്. ഈശോ അവരോടായിട്ട് പറയുന്നു, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെട്ടിട്ടില്ല. യോന തിമിംഗലത്തിന്റെ ഉദരത്തിൽ രാവും പകലും 3 ദിവസം ആയിരുന്നതുപോലെ മനുഷ്യപുത്രനും ഭൂമിക്കുള്ളിൽ ആയിരിക്കും. പ്രൈസ് ലോർഡ്. അടയാളം അന്വേഷിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾക്ക് ഇന്നുള്ളത്. ഈശോയുടെ വചനങ്ങൾ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടും സഭയുടെ പാരമ്പര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടും ആചരിക്കാത്തതുകൊണ്ടുമാണ് പലപ്പോഴും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണ വരുത്തുന്ന ചോദ്യങ്ങൾ ഉയരുന്നത്. തിരുവചനത്തിലൂടെയും സഭാപ്രബോധനങ്ങളിലൂടെയും നാം കടന്നുപോയാൽ നമ്മുടെ തലമുറകളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. തെറ്റായ ബോധ്യങ്ങളാണ് സുഹൃത്തുക്കളിൽ നിന്നും ചില കലാലയ അന്തരീക്ഷത്തിൽ നിന്നും ചില പ്രസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം നമ്മുടെ കുട്ടികൾ കേൾക്കുക. അവർക്ക് ദൈവവിശ്വാസം ചെറുപ്പം മുതലേ ഭവനത്തിൽ നിന്ന് കൊടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും
വേദനിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ തലമുറകളെ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ദൈവമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്നും സത്യം തിരിച്ചറിഞ്ഞ് സത്യമാർഗത്തിലൂടെ സഞ്ചരിച്ച് നീതിബോധത്തോടുകൂടി ധാർമ്മികതയോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഇപ്പോഴും എപ്പോഴും എന്നേക്കും.